ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം ഇന്നത്തെ ലാസ്റ്റ് സെഷൻ ഇതും കൂടി ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. നല്ല ചർച്ചകൾ ദേശീയ ലെവലിൽ ഉണ്ടാവേണ്ടതാണ്. ദേശീയ നിലവാര ചർച്ചകൾ 1947 നമുക്ക് ഫ്രീഡം കിട്ടിയെന്ന് പറയുന്നു. ആണല്ലോ നമ്മുടെ അപ്പോൾ വളച്ചൊടിക്കപ്പെട്ട ചരിത്രം. ഈ 1937 സംസ്ഥാന തിരഞ്ഞെടുപ്പ് നടന്നുണ്ട്. അതായത് 1930-നും 45-നും ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അതൊന്നും കൃത്യമായിട്ട് ചരിത്രമായിട്ട് വരുന്നില്ല. ഈ 1937 സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഈ മുസ്ലിം ലീഗിന്റെ രംഗപ്രവേശം. അപ്പൊ ഈ കോൺഗ്രസിനെ ഫുൾ ടൈം പ്രശ്നടിപ്പിച്ച ടീമുകളാണ് മുസ്ലിം ലീഗ്. അവര് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് ഇവർ ഈ കോൺഗ്രസിനെ കൂടി പിന്നെയാണ് ഈ ദ്വിരാഷ്ട്ര സിദ്ധാന്തം ജിന്ന ഭയങ്കരമായിട്ട് സംസാരിക്കാനുള്ള കാരണം. കാരണം നിങ്ങളൊക്കെ പറയുന്ന പോലെ ദ്വിരാഷ്ട്ര സിദ്ധാന്തം ഉണ്ടാക്കിയത് സാവർക്കറല്ല. അപ്പൊ അത് നമുക്ക് ഇത്തിരി ഡീപ്പായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അന്നത്തെ കാര്യങ്ങൾ അത് നമുക്ക് സംസാരിക്കാം. അപ്പൊ ഈ ചർച്ച ഇങ്ങനെ നിൽക്കണു. പിന്നെ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആധുനിക ഇന്ത്യയുടെ ശില്പി, ആധുനിക ഇന്ത്യയുടെ ധീര രക്തസാക്ഷി എന്ന് പറഞ്ഞ രണ്ട് പേര് തീർച്ചയായിട്ടും ഒരാള് സുഭാഷ് ചന്ദ്രബോസാണ്. അതിന്റെ വേറൊരു തലത്തിൽ നമ്മൾ അംഗീകരിക്കേണ്ട ആളാണ് സവർക്കർ, വീർ സവർക്കർ. സുഭാഷ് ചന്ദ്ര അപ്പം ഒരു മരണാനന്തര ഭാരതരത്ന സുഭാഷ് ചന്ദ്രബോസിന്റെയും സവർക്കറിന്റെയും പേരിൽ ഗവൺമെന്റിന് എടുക്കാവുന്നുള്ളൂ, ഇറക്കാവുന്നുള്ളൂ. ആരെ എതിർക്കാൻ പോണതിനൊക്കെ ചരിത്രം അറിയാത്തവർ എതിർക്കും. പിന്നെ ഇന്ത്യയിൽ 28 സ്റ്റേറ്റുകൾക്കും വേണ്ടിയിട്ട് യൂറോപ്പിലും അമേരിക്കയിലും ഉണ്ടായ എല്ലാ വിഷയവും പഠിച്ച് ഇന്ത്യക്ക് സംഭാവന ചെയ്ത ഒരാളെന്നൊരു പേരിട്ടിട്ട് EMS അവാർഡ് കൊടുക്കാവുന്നുള്ളൂ. EMSന്റെ പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്താവുന്നുള്ളൂ ദേശീയ തലത്തിൽ. ഗ്രേറ്റ് ആണ് EMS. അപ്പൊ ഈ കാര്യം കഴിഞ്ഞു. അപ്പോ അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് കോൺഗ്രസ് ഒരുപാട് തെറ്റുകൾ ചെയ്ത് എന്താ പറയാ, നമ്മുടെ നാടിനെ ദ്വിരാഷ്ട്ര സിദ്ധാന്തം ഉണ്ടാക്കിയ ആൾക്കാരാണ് അവര്. എല്ലാത്തിൻ്റെയും നടുക്കണ്ടം തിന്ന് ജീവിക്കുക, എല്ലാത്തിൻ്റെയും സുഖം കിട്ടുക, മറ്റുള്ളവർ ചെയ്ത എല്ലാ കാര്യത്തിനെയും ഗുണാനുഭവിച്ച ലോകത്തെ ഒരേ ഒരു ടീമുകളാണ് ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ. എങ്ങനെ നോക്കിയാലും തിന്ന് ബാക്കിന്ന് അപ്പുറത്തേക്ക് പോവില്ല. അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ സംഭാവനകൾ ചെയ്തവർ പെട്ടെന്ന് കൂടിച്ചേർന്നത് എതിർക്കുന്ന ടീമുകളാണ് ഇവര്. എല്ലാ ഹിന്ദു മഹാസഭ, RSS, മറ്റുള്ള ലെനിന്റെ രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലുകൾ, ഇവരൊക്കെ ചെയ്ത മറ്റുള്ള വിപ്ലവങ്ങളുടെ ഒക്കെ ഫലമെടുത്ത ടീമുകളാണ് ഈ കോൺഗ്രസ് ഗവൺമെന്റ്. അതുകൊണ്ട് അതിന്റെ പേര് മറ്റാ കാര്യങ്ങളും മറ്റു ടീമുകൾക്ക് അവരുടെ ടീമുകൾക്ക് കൊടുക്കുക, മറ്റവരൊക്കെ സ്വാഭാവികമായിട്ടും മറക്കുക. ചരിത്രം വളച്ചൊടിക്കാൻ ഇത്ര ഇഷ്ടമുള്ള ആൾക്കാർ വേറെ ലോകത്തില്ല. ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട, നിങ്ങൾ ആലോചിക്കണം ആ സമയത്ത് ഇന്ത്യയിലെ അവസ്ഥ. എത്ര 20 ദശലക്ഷം ആൾക്കാർ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് കൊലപാതകം, ബലാത്സംഗത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങിടും. ആ സമയത്ത് അതിന് തൊട്ട് മുമ്പത്തെ അവസ്ഥയാണ് നാടിൻ്റെ. അന്ന് ദീർഘവീക്ഷണത്തോടു കൂടി ഈ അവസ്ഥയെ പ്രതിനിധാനം ചെയ്ത് സംസാരിച്ച ഒരേ ഒരാളുള്ള ഒരേ ഒരു സംഭാഷണമുള്ളൂ ഇന്ത്യയിൽ, അല്ലെങ്കിൽ ഒരു രേഖകളിൽ. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ആരായിക്കോട്ടെ, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, നമ്മൾ അവരെ അനുസരിക്കാന്നാണ് പറഞ്ഞത്. ബ്രിട്ടീഷുകാർ ഈ നാട്ടിൽ നിന്ന് പോയത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അവരുടെ എല്ലാം പോയി അവിടുന്ന്. അത് നമ്മുടെ മഹാഭാഗ്യം. ആ സമയത്ത് 2ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയം അതിൻ്റെ ബ്രിട്ടനിലൊക്കെ വേറെ രീതിയിലുള്ള ഇത്രയും നമ്മളെ കൊള്ളയടിച്ചിട്ട് പോയിട്ടും അവിടെയും തകർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് സംസാരിക്കാം. പക്ഷെ ഇത് ചൂണ്ടിക്കാട്ടിയ ഒരേ ഒരാളാണ് സവർക്കർ. പുതിയതായി ചുമതലയേറ്റ ഗവൺമെന്റിന് എല്ലാ പിന്തുണയും കൊടുക്കാമെന്നാണ് അയാൾ പറഞ്ഞത്. ഹിന്ദുസ്ഥാന്റെ ദേശീയ ഗവൺമെന്റിനെ ആദരിക്കുക തൽക്കാലത്തേക്ക്. അതായത് ഈ സംസ്ഥാനത്തിലേക്ക് കോൺഗ്രസ് വന്നപ്പോൾ ദേശീയ ഗവൺമെന്റ്, അതിന്റെ ചരിത്രം ഞാൻ ഒരു പ്രാവശ്യം വായിച്ചപ്പോൾ ഓർമ്മ കിട്ടണില്ല. ഈ സംസ്ഥാന ദേശീയ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിലുണ്ട് ഈ കേന്ദ്ര സർക്കാർ എന്ന് പറയുന്ന പോലെ.
അപ്പോൾ ഈ മുറിച്ച് മാറ്റപ്പെട്ട വിഭാഗം ഈ പാകിസ്ഥാനും പിന്നെ നമ്മുടെ ദക്ഷിണേന്ത്യയുടെ കുറേ ഭാഗങ്ങളും അവിടെയൊക്കെ കോൺഗ്രസ് വന്നപ്പോൾ ഈ മറ്റൊരു ഇതിൽ വിഘടിക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെ ശ്രേഷ്ഠമായ ടീമുകളാണ് ദേശീയ ഗവൺമെൻറ്റായിട്ട് വന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ദേശീയ ഗവൺമെൻറ്റിനെ നമ്മൾ പിന്തുണ കൊടുക്കുക, പുതുതായി കിട്ടിയ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുക. ബ്രിട്ടീഷുകാർ പോയല്ലോ എന്ന് പറഞ്ഞ ഒരേ ഒരാളാണ്, മഹാനായ വ്യക്തിയാണ് സാവർക്കർ. സാവർക്കറെ കുറിച്ച് പിന്നെ ഒരുപാട് സംസാരിക്കാം നമുക്ക്. ഇപ്പോൾ തൽക്കാലം ഈ ഓർമ്മ നിൽക്കട്ടെ. ഇപ്പോൾ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസാണ് ഭാരതത്തിന്റെ വീരപുരുഷനും ആധുനിക ഇന്ത്യയുടെ രക്തസാക്ഷിയും, അതേപോലെ തന്നെ സാവർക്കറും. സാവർക്കർ നിങ്ങളൊന്നും വിചാരിച്ച പോലത്തെ ഒരു ആളല്ല, മഹാനായ വ്യക്തിയാണ് ആള്. അപ്പോ സാവർക്കറേയും സുഭാഷ് ചന്ദ്രബോസിനെയും ഓർത്തുകൊണ്ട് നമ്മൾ തൽക്കാലം നിർത്താണ്. ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ പുതിയൊരു ഇതുവരെ ഇത് രാഷ്ട്രസിദ്ധ, അതിപ്പോൾ നമ്മുടെ പ്രകാശ് കാരാട്ട് വരെ ചൂണ്ടിക്കാട്ടുന്നത് രാഷ്ട്രസിദ്ധാന്തം ആവിഷ്കരിച്ച് സാവർക്കർക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നില്ല ആ സമയത്ത് നടന്നിരുന്നത്. അത് മനസ്സിലാക്കണം നിങ്ങൾ. അതിപ്പോൾ അദ്ദേഹം മിടുക്കനായത് കൊണ്ട് മാത്രം, അദ്ദേഹത്തിൻ്റെ ഒരു കാര്യത്തോടും കിടപിടിക്കുക ഇന്ത്യയിൽ ആരും ഇല്ലാത്തത് കൊണ്ട് മാത്രം അദ്ദേഹത്തെ വിമർശിക്കുക എന്നുള്ളതൊരു നല്ലൊരു നയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് മുമ്പ് നമുക്ക് ഒരുപാട് സുഭാഷ് ചന്ദ്രബോസിന്റെ അടക്കം ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നാട്ടിൽ. അതാണ് ഒരു ഒറ്റയടിക്ക് പോകാൻ കാരണം. അവർ ഒറ്റയടിക്ക് പോയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഏതെങ്കിലും ഭാഗം ബ്രിട്ടനിലിരുന്ന് അന്ന് ലേബർ പാർട്ടി അവിടെ അധികാരത്തിൽ കയറിയെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ ഒരു ഇത്. അത് നോക്കിയിട്ട് പിന്നെ ഇത് വിഷയം കേട്ട് പിന്നെ സംസാരിക്കുക അതിനെക്കുറിച്ച്. അവരേതെങ്കിലും ഒരു ഭാഗത്ത് അവിടെ ഇരുന്നിട്ട് ഇന്ത്യനെ എങ്ങനെയെങ്കിലും ഭരിക്കാന്ന് തീരുമാനിക്കുകയും അതിന് കോൺഗ്രസ് മുസ്ലിം ലീഗും സമ്മതിക്കുകയും ചെയ്തെങ്കിൽ നമ്മുടെ ഭാവി ഇന്ന് കാണുന്ന പോലെ അല്ല എന്ന്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് കേൾക്കുന്ന ആൾക്കാർ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും മൂഡിൽ നമുക്ക് ആ സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്തേക്ക് നമ്മൾ നോക്കുക. നമുക്കതിന് ശേഷം ഇന്ന് ബുദ്ധിപരമായ ഒരു തീരുമാനങ്ങളും വന്നിട്ടില്ല ഇതുവരെ. അപ്പം ഈ തലമുറകളും യുവത്വം കൗമാരവും നശിക്കാണ്ട് നോക്കാൻ നമ്മൾ ഇത്തിരി ദേശീയ സ്നേഹിയായിരിക്കുക. അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ, ഈ ക്ലാസ് ഈ സെഷൻ്റെ അവസ്ഥ. ഇതാണ് ചുരുക്കി 7 മിനിറ്റ് കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് വിശാലമായിട്ട് നമുക്ക് സംസാരിക്കാൻ ഒരു സെഷൻ എടുക്കാം. തൽക്കാലം കുറച്ച് പോയിന്റുകൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സാവർക്കർ, വീർ സാവർക്കർ.